അത് സൂക്കറാണല്ലോ. ചുണ്ടി പിടിക്കലും വാശി പറയലും ഒക്കെ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും പാടുണ്ടോ? നമ്മളെ ഓരോ സാഹചര്യത്തിനനുസരിച്ചല്ലേ തീരുമാനം വരിക. ആ തീരുമാനം പാർട്ടി തീരുമാനമാണോ റെഡി, അപ്പം കേൾക്കും. ഞാൻ ഇതാളെ കേൾക്കുന്നില്ല. അപ്പോൾ കുറഞ്ഞൊരു മാനസിക അസ്വസ്ഥത ഉള്ള ആളാണ് മുപ്പതിന് ആളായിട്ട് പെരുമാറുന്നവർക്കൊക്കെ അറിയാം. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇത്. ആദ്യം ഞാൻ എവിടെയും പോണില്ല, ഞാൻ അവസാനം മത്സരിക്കൂല എന്നേ പറഞ്ഞു. ഇപ്പോൾ മത്സരിക്കുന്നതായി. പിന്തുണ ആരത്തും വാങ്ങൂലായിരുന്നു. ഇപ്പോൾ പിന്തുണയും ഏതാണ്ടായി. അപ്പം ഇതൊക്കെ ഈ കള്ളത്തരമൊക്കെ ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളെ പാർട്ടിയിൽ ഇമേജ് പോകാൻ എളുപ്പമുണ്ട്. മോശമായൊരു നിലപാടെടുത്താൽ പിന്നെ സ്വപ്പം നിൽക്കുന്നവൻ വരെ ഇതാക്കൂല. കോൺഗ്രസിൻ്റെ മാതിരി എന്തായാലും കുറച്ചാൾ വീട്ടിലേക്ക് പോയിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആ ജാതിയൊന്നും ഇതിൽ പോകില്ല. ഇപ്പം ജി സുധാകരൻ പോയിട്ട് സഖാക്കൾ പാർട്ടി മെമ്പർമാരിൽപ്പെട്ട നേതാക്കളിൽ ആരെങ്കിലും പോയതായിട്ട് റിപ്പോർട്ടിലല്ലോ. ആളെ കാണാൻ പോയി, അഭിനന്ദിക്കാൻ പോയി. മറ്റേ സുധാകരനെ ആളിപ്പുറത്ത് നിൽക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ 8-10 കോൺഗ്രസ്സുകാർ ജില്ലാ നേതാക്കന്മാരെല്ലാം കയറി ചെന്നു. അങ്ങനെ ആരും ഇവിടെ ചെല്ലുന്നില്ലല്ലോ. അപ്പം ആ വ്യക്തിത്വം അവിടെ ഇല്ല. ഇവിടെ അത് മുമ്പേ ഉണ്ടാക്കുന്നതാ. മുമ്പേ പിൻബലം ഉണ്ടാക്കുന്ന പണി പാർട്ടിയിൽ എടുക്കാൻ പറ്റൂല. അത് ഗ്രൂപ്പ് കളിയാ, പുറത്താക്കിക്കോളും. ഇപ്പൊ ഹംസാക്കയും ഈ പാർട്ടി വെച്ച മാനദണ്ഡമുണ്ട്, പ്രായം. സംസ്ഥാന സമിതി, കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഒരു പ്രായത്തിന്റെ ഒരു മാനദണ്ഡം വെച്ചു. ഒപ്പം തന്നെ ടേം വെച്ചു, മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടേം വെച്ചു. ഒരു പക്ഷേ ആ ഇപ്പൊ ആരോഗ്യവാനാണ്, പൂർണ്ണ ആരോഗ്യവാനാണ്, മൊത്തത്തിൽ സഞ്ചരിക്കാനും പ്രസംഗിക്കാൻ പോകാനൊക്കെ എല്ലാ ശേഷിയുണ്ടെങ്കിൽ പോലും ആ മാനദണ്ഡത്തിന്റെ ഭാഗമായി ഹംസാക്കയ്ക്കും സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാവേണ്ടി വന്നു. സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാവേണ്ടി വന്നു. ഒരാവർത്തനം സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാവേണ്ടി വന്നു പ്രായത്തിന്റെ മാനദണ്ഡത്തിൽ. പക്ഷെ അങ്ങനെ മാറിയ പ്രായത്തിന്റെ ആ മാനദണ്ഡ പ്രകാരം മാറ്റിയ ജി സുധാകരനൊക്കെ വളരെ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. എന്താ അത്? അയാളൊരു സ്വഭാവം അങ്ങനെയാണ്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ജി സുധാകരൻ എന്താന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാലോ. ലോകത്ത് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, വാശി പറയുക. എനിക്ക് വാശിയില്ല, ദേഷ്യമില്ലല്ലോ. അത് ശരിയാന്ന് തോന്നി അതിനനുസരിച്ച് നിൽക്കും. എന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം തിരിച്ചു വിളിച്ച് 2 സ്ഥാനം തന്നു. പിന്നെയും പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനൊക്കെ തന്നെയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പോകുന്നതിന് ശേഷം ആ സംഘടന ആദ്യമായി രൂപീകരിച്ചതും ഞാൻ ചെയർമാനായിട്ടാണ്, പ്രവാസി ക്ഷേമ ബോർഡ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാപ്പിളക്കല അക്കാദമിൻ്റെ ചെയർമാനായി 7 കൊല്ലം. ഇതൊക്കെ ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടതിൻ്റെ ശേഷമാണല്ലോ, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വഖഫ് ബോർഡ് വരുന്നത്. വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ അങ്ങനെ അന്വേഷിച്ചു കൊടുക്കുക. പ്രതിപക്ഷം തന്നെ ചില ആളുകൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ടല്ലോ ഇങ്ങനെ, മതവും അറിയാം, രാഷ്ട്രീയവും അറിയാം, ഞങ്ങളെയൊക്കെ അറിയാം, അയാളെ നിങ്ങളാക്കണ്ടതെന്ന് ചോദിച്ചു. ശരിയാണതെന്ന് പറഞ്ഞു. അപ്പം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇത് വിട്ടയക്ക് പോകണമെങ്കിൽ പോവാം. 82ാമത്തെ വയസ്സിലാണ് വഖഫ് ബോർഡ് ചെയർമാനായത്. അക്കാഡമിയിൽ നിന്ന് ഒഴിവാക്കി അതിലിപ്പോൾ. പക്ഷെ മെമ്പർഷിപ്പ് പോലും അതിലുണ്ട് അക്കാഡമിയിൽ. അങ്ങനെ 3.5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുറപുറുപ്പ് വരെ സ്ഥലത്തുനിന്ന് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. 82, 86 ഹംസാക്ക തുടരുകയാണല്ലോ എന്ന്. അതെനിക്കും ഒരു വലിയ വിഷമമായി. ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു. അപ്പോൾ നിയമം അങ്ങനെ തന്നെയാണ്, നമ്മളെ പാർട്ടി തീരുമാനം, ഇനി ബാക്കി നിങ്ങൾ തീരുമാനിച്ചോളി അറിഞ്ഞോളൂ. എൻ്റെ തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി ഞാൻ രാജിവെച്ച് 3.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെടുത്തു. അങ്ങനെയാണ് സക്കീർ വരുന്നത്. അപ്പോൾ 86.5 വയസ്സ് വരെ എനിക്ക് സ്ഥാനം തന്നില്ലേ പാർട്ടി? ഏതെല്ലാം സ്ഥാനങ്ങളിരുന്ന് ഞാൻ അലിഗഡ് യൂണിവേഴ്സിറ്റിൻ്റെ കോർട്ട് മെമ്പർ സ്ഥാനം വരെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പാർലമെൻറ്റ് മെമ്പറാകുമ്പോൾ രാജ്യസഭയിൽ ഈ സ്ഥാനമാനങ്ങൾ മന്ത്രി, MLA ഇതെല്ലാം ജി സുധാകരൻ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ജി സുധാകരൻ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 5 കൊല്ലം MLA, 5 കൊല്ലം ചീഫ് വിപ്പായി, 5 കൊല്ലം മന്ത്രിയായി. അല്ല, ഞാൻ പറഞ്ഞത് ഇതെല്ലാം ജി സുധാകരനും ലഭിച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനവും MLA ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അയാളൊരു വ്യക്തിത്വം അങ്ങനെയാണ്. ചുണ്ടി പിടിക്കലും വിമർശനവും ചാടിക്കലും വാശി പറയലും ഇങ്ങനെയാണ് ജീവിതം തന്നെ. ആ സൂക്കറ ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. സൂക്കറ
അത് സൂക്കറാണല്ലോ. ശുണ്ടി പിടിക്കലും വാശി പറയലും ഒക്കെ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും പാടുണ്ടോ? നമ്മളെ ഓരോ സാഹചര്യത്തിനനുസരിച്ചല്ലേ തീരുമാനം വരിക. ആ തീരുമാനം പാർട്ടി തീരുമാനമാണോ റെഡി, അപ്പോൾ കേൾക്കും. ഞാൻ ഇതാളെ കേൾക്കുന്നില്ല. അപ്പോൾ കുറഞ്ഞൊരു മാനസിക അസ്വസ്ഥത ഉള്ള ആളാണ് മുപ്പതിന് ആളായിട്ട് പെരുമാറുന്നവർക്കൊക്കെ അറിയാം. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇത്. ആദ്യം ഞാൻ എവിടെയും പോകണില്ല, ഞാൻ അവസാനം മത്സരിക്കൂല എന്നേ പറഞ്ഞു, ഇപ്പോൾ മത്സരിക്കുന്നതായി. പിന്തുണ ആരത്തും വാങ്ങൂലായിരുന്നു, ഇപ്പോൾ പിന്തുണയും ഏതാണ്ടായി. അപ്പോൾ ഇതൊക്കെ ഈ കള്ളത്തരമൊക്കെ ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. അമ്പലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോട് കൂടിയാണ് നിൽക്കുന്നത്. വോട്ട് ചെയ്യുമ്പോൾ അറിയാം എത്ര വോട്ടുണ്ട്, എങ്ങനെ വോട്ടുണ്ട് എന്നൊക്കെ. മറ്റേ സുധാകരൻ പഴയ മറ്റേ ചങ്ങാതി ഉണ്ടല്ലോ കണ്ണൂര്, മറ്റേ സുധാകരൻ രാഷ്ട്രീയത്തിലെ ഇവന്റെ ഇത് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്, മറ്റേ ബുദ്ധി കയറിയിട്ടാണ്. കെ സുധാകരൻ അയാളെ ലക്ഷ്യമുണ്ട്, അതിലേക്ക് കോൺഗ്രസിനെ വളച്ചൊടിക്കാൻ നോക്കുകയാണ്. ഭീഷണിപ്പെടുത്തി തന്ത്രം കളിച്ചുമാണ് KPCC പ്രസിഡന്റ്. അസംബ്ലി മത്സരിക്കണം എനിക്ക് ആ സ്ഥാനം വിട്ടുകൊടുക്കൂല എന്ന് ഉറപ്പിച്ചു. അവസാനം പാർലമെന്റ് മെമ്പറായിട്ട് വിടണം കണ്ടപ്പോൾ വിട്ടില്ല. അപ്പോൾ പറഞ്ഞ് നമുക്ക് അസംബ്ലിക്ക് നിൽക്കാം, മന്ത്രിസ്ഥാനം എന്തെങ്കിലുമൊക്കെ നോക്കാം, നിങ്ങൾ KPCC വിട്ടളിയാണ്. ഇയാൾ പോയി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അവസാനം KPCC വിട്ടു. അപ്പം അതയാൾ പറഞ്ഞത് KPCC മെമ്പർ സ്ഥാനം ഒഴിവാക്കിയപ്പോൾ അസംബ്ലി സീറ്റ് തരാമെന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു പറഞ്ഞ അങ്ങനെ വാഗ്ദാനമൊന്നുമില്ല. മന്ത്രിസ്ഥാനം കിട്ടാനാണിത് കളി. വെറും മന്ത്രിയായ പോരാ, സുധാകരന് മുഖ്യമന്ത്രിയാവണം, അതിനുള്ള കളിയാണ്. അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ മുഖ്യമന്ത്രിയാവുന്ന സാധ്യതയുണ്ടോ മത്സരിക്കാൻ? കോൺഗ്രസ് വന്നാലല്ലേ മന്ത്രിസ്ഥാനം. അതല്ല ടിക്കറ്റ് അത് കണ്ടറിയാം ആളുകൾ എങ്ങനെ പ്രതികരിക്കാന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തില് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ താരങ്ങൾ രണ്ട് സുധാകരന്മാരാ, കെ സുധാകരനും സുധാകരനും. സുധാകരൻ പാർട്ടി വിട്ടത് CPM ഏതെങ്കിലും തരത്തിൽ, ആലപ്പുഴ മാത്രമല്ല മൊത്തത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഒരു തരത്തിലും ബാധിക്കില്ല. അങ്ങനത്തെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത വ്യക്തിയല്ലല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് വേറൊരു ഇമേജ് ഉണ്ട്, ഒരു കളങ്കരഹിതമായ ഒരു ഇമേജ് ഉണ്ട്. അയാൾ കൊണ്ടു കളഞ്ഞു. ഞങ്ങളെ പാർട്ടിയിൽ ഇമേജ് പോകാൻ എളുപ്പമുണ്ട്. മോശമായൊരു നിലപാടെടുത്താൽ പിന്നെ സ്വപ്പം നിൽക്കുന്നവൻ വരെ ഇതാക്കൂല. കോൺഗ്രസിൻ്റെ മാതിരി എന്തായാലും കുറച്ചാൾ വീട്ടിലേക്ക് പോയിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആ ജാതിയൊന്നും ഇതിൽ പോകില്ല. ഇപ്പം സുധാകരൻ പോയിട്ട് സഖാക്കൾ പാർട്ടി മെമ്പർമാരിൽപ്പെട്ട നേതാക്കളിൽ ആരെങ്കിലും പോയതായിട്ട് റിപ്പോർട്ടില്ലല്ലോ. ആളെ കാണാൻ പോയി, അഭിനന്ദിക്കാൻ പോയി. മറ്റേ സുധാകരനെ ആളിപ്പുറത്ത് നിൽക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ 8-10 കോൺഗ്രസ്സുകാർ ജില്ലാ നേതാക്കന്മാരെല്ലാം കയറി ചെന്നു. അങ്ങനെ ആരും ഇവിടെ ചെല്ലുന്നില്ലല്ലോ. അപ്പം ആ വ്യക്തിത്വം അവിടെ ഇല്ല. ഇവിടെ അത് മുമ്പേ ഉണ്ടാക്കുന്നതാ. മുമ്പേ പിൻബലം ഉണ്ടാക്കുന്ന പണി പാർട്ടിയിൽ എടുക്കാൻ പറ്റൂല. അത് ഗ്രൂപ്പ് കളിയാ, പുറത്താക്കിക്കോളും. ഇതിലങ്ങനെയല്ല, എല്ലാവരും അവനാണ് ആളുണ്ടാക്കലാ. ഈ സുധാകരന്റെ ഭാവി എന്തായിരിക്കും? ഇത് തോറ്റ അവസാനിപ്പിച്ച് വീട്ടിലേക്കാണ് പോലെ തന്നെ. പിന്നെ ഇനി പാർട്ടിക്ക് ഒരു തിരിച്ചു വരവുണ്ടാവില്ല. ഗൗരിയമ്മ പോയി തിരിച്ചു വന്നോ? MP രാഘവൻ പോയി തിരിച്ചു വന്നിട്ടില്ലല്ലോ. പോയോലും പോയത് തന്നെ. പക്ഷേ ഈ സതീശൻ പറയുന്ന ഇനിയും വിസ്മയം ഉണ്ടെന്ന്. ഇപ്പോൾ S രാജേന്ദ്രൻ, ദേവികുളം മുൻ MLA, PK ശശി, വൈക്കം മുൻ MLA അജിത്ത്, ഇങ്ങനെ കുറേയധികം ആളുകൾ ഈ സമീപ ദിവസങ്ങളിൽ പാർട്ടി വിട്ട് ഒന്നിലേക്ക് കോൺഗ്രസിൽ പോകും, അല്ലെങ്കിൽ BJP പോകും. ആളുകൾക്കൊക്കെ പല തകരാറുകളുണ്ട്. PK ശശിനെ എന്തിനാ ഒഴിവാക്കിയത്? ഓർഡിനറി മെമ്പർഷിപ്പ് എന്ന് സസ്പെൻഡ് ചെയ്തിട്ട് കൊല്ലം 3 അതെന്തിനാന്നുള്ളത് പാർട്ടിക്കാർക്ക് മുഴുവൻ അറിയാം. MLA സ്ഥാനം ദുർവിനിയോഗം ചെയ്ത് MLA ക്വാർട്ടേഴ്സിൽ ഒരു വേണ്ടാത്തരം കളിച്ചിനാണ് പുറത്താക്കിയത്. നിങ്ങൾക്കറിയാത്? അറിയും. അറിയാത്തവരാരുമില്ല. പിന്നെ പാർട്ടിൻ്റെ ഒരു മനസ്ഥത കാണിച്ചതാണ് KSIDCൻ്റെ ചെയർമാൻ സ്ഥാനം ഒഴിവാക്കിയില്ല, അവസാനം രാജിവെക്കരുത്. KTDC ചെയർമാനായിട്ട് തുടർന്നതിനെ പാർട്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവസാനം പോകാൻ വേണ്ടി രാജി. ഇവിടെ ഭാവി കിട്ടൂല എന്ന് ഉറപ്പാണ്. പാർട്ടി ഒരു ഓർഡിനറി മെമ്പർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്താൽ പിന്നെ പാർട്ടിയിൽ എന്ത് കിട്ടാനാ?
പിന്നെ ഈ വിവരം അറിയുന്ന ആളുകളൊന്നും വോട്ട് ചെയ്യൂലല്ലോ. പിന്നെ അപ്പോൾ വോട്ട് മോനെ കൊണ്ട് കിട്ടൂല എന്നറിയാം. ഓനെ അങ്ങനെ ഇതാക്കി പിന്നെ ഇങ്ങനെ ഒരു കളി കളിച്ചിട്ട് ആളാകാൻ നോക്കുകയാണ്. അപ്പം അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് ഇപ്പോൾ ആർക്കും പോകാമല്ലോ. ഈ വക കേസുകളവർക്കൊക്കെ അപ്പുറത്തേക്ക് പോകാം. അപ്പം അതുകൊണ്ട് അതൊന്നും പാർട്ടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് പോവുകയാണെങ്കിൽ പേടിക്കണം. രണ്ട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മുകളിലോ ഗ്രൂപ്പിസ് ഉണ്ടാക്കിയിട്ടോ തെറ്റിപ്പിരിഞ്ഞാൽ അത് പേടിക്കണം. ഇതല്ലല്ലോ. ഇത് പെണ്ണ് പിടിച്ചിട്ടും കള്ളു പിടിച്ചിട്ടും പണം കട്ടിട്ടും ആരെങ്കിലും ഒരാൾ പോയാൽ ഇപ്പോൾ പത്മകുമാറിനെ ഒഴിവാക്കാൻ പോകുമെന്ന് പറയണ്ടേ പത്രത്തിൽ. ദേവസ്വം ബോർഡ് ഒരു മനുഷ്യനോണ്ട് പറഞ്ഞ് പോകുമോ? എല്ലാതും നോക്കിയിട്ട് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി വരട്ടെ. ചാർജ് കൊടുക്കുന്ന ഘട്ടം എത്തുമ്പോൾ നമ്മൾ പുറത്താക്കാം.